യഥാർത്ഥത്തിൽ ഇന്ത്യ സൈനിക നടപടി മാത്രമല്ല പാകിസ്ഥാന് നേരെ നടത്തിയത്, നയതന്ത്ര നടപടി മാത്രമല്ല പാകിസ്ഥാന് നേരെ നടത്തിയത്. നമുക്കറിയാം, പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇൻഡസ് വാലി ട്രീറ്റി ഉൾപ്പെടെയുള്ള ട്രീറ്റികൾ കട്ട് ഓഫ് ചെയ്യുന്നതിലും പാകിസ്ഥാന് മിലിറ്ററി തലത്തിൽ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നതിലും പാകിസ്ഥാന്റെ 13 എയർബേസുകൾ ടാർണിഷ് ചെയ്യുന്നതിലും ഇന്ത്യ വലിയ രീതിയിൽ വിജയിച്ചിരുന്നു. എന്നാൽ ഇത് മാത്രമല്ല, മറ്റൊരു യുദ്ധം കൂടെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് സൈബർ ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ ഈ സമയത്ത് വരുന്നുണ്ടായിരുന്നു. ആ സൈബർ ആക്രമണങ്ങളിലൂടെയാണ് ഇന്ത്യ തടഞ്ഞത്. അതായത് 4 പാട് നിന്നും ഇന്ത്യ യുദ്ധം ചെയ്യുകയായിരുന്നു എന്നുള്ളതായിരുന്നു വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള 1.5 ദശലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ മഹാരാഷ്ട്ര പോലീസ് വിജയകരമായിട്ട് നേരിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 7 അഡ്വാൻസ്ഡ് പെർസിസ്റ്റൻസ് ത്രെട്ട് എന്ന ഹാക്കർ ഗ്രൂപ്പാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. ആകെ നടന്ന 1.5 ദശലക്ഷം സൈബർ ആക്രമണങ്ങളിൽ 150 എണ്ണം, അതായത് വെറും 1% താഴെ മാത്രമേ പാകിസ്ഥാൻ ഹാക്കർമാർക്ക് വിജയിക്കാനായി സാധിച്ചുള്ളൂ. നമുക്കറിയാം, ഇനി വരുന്ന ലോകത്ത് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം, സൈബർ യുദ്ധം, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം, ഒരിറ്റ് ചോര പൊടിയാതെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളെ പാപ്പരാക്കാനുള്ള സകല വഴികളും ഈ ഡിജിറ്റൽ യുദ്ധത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ അറ്റാക്ക് വളരെ ഗൗരവത്തിലാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇന്ത്യക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ പാകിസ്ഥാന് പുറമെ ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ വെബ്സൈറ്റുകൾക്കെതിരെയാണ് ഈ സൈബർ യുദ്ധം വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അവ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നാണ് മഹാരാഷ്ട്ര പോലീസ് തങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഈ സൈബർ ആക്രമണങ്ങളിൽ മാൽവെയർ വിതരണം, GPS സ്പൂഫിംഗ്, DDoS ആക്രമണം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ചില സന്ദർഭങ്ങളിൽ വെബ്സൈറ്റുകൾ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടന്നു. മിക്ക സൈബർ ആക്രമണങ്ങളും പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിലും ചിലതൊക്കെ വിജയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളവും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന അവകാശവാദം മഹാരാഷ്ട്രയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5000-ത്തിലധികം തെറ്റായ വിവരങ്ങളാണ് നമ്മുടെ സൈബർ ഇടത്തിൽ നിന്ന് ഈ പോലീസ് നീക്കം ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളാണ് ഈ നമ്മുടെ ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാകാനുള്ള, വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള സൈബർ പോസ്റ്റുകളും നമ്മുടെ സൈബർ ആക്രമണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയ വഴിയാണ് ഇതൊക്കെ വലിയ രീതിയിൽ കത്തിപ്പടരുന്നത്. അതും വിജയകരമായി നമ്മുടെ രാജ്യം തകർത്തു എന്നുള്ളതാണ് മറ്റൊരു അഭിമാനാർഹമായ നേട്ടം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.